നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ആക്സ് ചാപ്റ്റർ 13 വേഴ്സസ് 1-4. നമ്മൾ കഴിഞ്ഞ 3 വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിം വാക്യത്തിൽ തന്നെ നിന്ന് ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളൂടെ പറഞ്ഞ് വേഗത്തിൽ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. I would like to turn your attention to Acts chapter 13 verses 1-3 again. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് വേഴ്സ് 4 അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലുക്കയിലേക്ക് ചെന്ന് അവിടെ നിന്ന് കപ്പൽ കയറി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ദൈവസഭയ്ക്കകത്ത് 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകളെ നൽകി തന്നിട്ടുണ്ട് എന്നുള്ളത്. We have been studying about the 2 important ministries that the Lord has given to the church. വായിച്ച ഭാഗത്ത് ഇങ്ങനെയാണ്, അവര് പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന തിരുവചനം പഠിപ്പിക്കും. And in the first verse we see that there were certain prophets and teachers. ഈ 2 പേരെ കുറിച്ച് ചില നിമിഷങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ സമയമില്ല. മറ്റൊരു ദിവസം മറ്റൊരു പ്രാവശ്യം ഞാൻ അത് കണക്ട് ചെയ്യുന്നതായിരിക്കും. And due to time constraints I'm not going to explain about these prophets. പക്ഷേ ഒരു ദൈവസഭയുടെ അടിസ്ഥാന തൂണുകളാണ് പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും. But we understand that teachers and prophets are pillars of the church. ദൈവവചനത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, ഉപദേഷ്ടാക്കാരന്മാർ എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള മിനിസ്ട്രീസ് ചെയ്യുന്നവരെ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. And in the scripture we see many categories of people like this who do ministries for the Lord. ദൈവസഭയ്ക്കകത്ത് ഇവരുടെ ശുശ്രൂഷ വളരെ ആവശ്യമാണ്. And we understand that their ministries are very much needed to the church of God. എന്നാൽ ഇതിൽ നിന്ന് 2 പേരെയാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായി. But out of them there are 2 people who are assigned for the ministry of the Lord. അവർ കർത്താവിന്റെ സന്നിധിയിൽ ആരാധിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു എന്ന് കഴിഞ്ഞ ആഴ്ച നാം പഠിക്കുവാനായി. We already studied about as they ministered to the Lord and fasted, the Holy Spirit spoke to them. എങ്ങനെയാണ് ഒരു പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. Last week we pondered about how Holy Spirit will speak to us. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ് കർത്താവ് അയക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. Today we are going to think about who the Lord is going to send for the ministry. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് 2 പേരെ വേർതിരിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കുവാനായി അവർ തീരുമാനിക്കുകയാണ്. And here we see that as they fasted and prayed, they separated 2 people for the ministry of God. ബർന്നബാസിനെയും ശൗലിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുത്തു. And they were able to know that it was Barnabas and Saul who has to go for this work. അവരെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന് അവരെ കുറിച്ച് ഒരു വലിയ മിനിസ്ട്രിക്കായി സെപ്പറേറ്റ് ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന് അവരെ കുറിച്ച് വലിയൊരു ആലോചനയുണ്ടായി. And it was the promise of the Holy Spirit that they will be assigned for this ministry. അവരെ കർത്താവിന്റെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ദൈവം അവരെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. And the Lord separated them for the calling that the Lord had for them. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി അവർ ചെയ്യുന്നത് നമുക്ക് കാണാം. Here we see that there is one thing that they do for certain. പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞോ അത് ചെയ്യാൻ അവർ നിർബന്ധം ഉള്ളവരായിരുന്നു. And we understand that they were compelled to obey the Holy Spirit. നമ്മോട് പരിശുദ്ധാത്മാവ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കാൻ നമ്മൾ ആളുകളല്ല. We have to understand that we do not have the right to go against the will of the Holy Spirit. വചനത്തിന്റെ ആത്മാവ് ഇങ്ങനെയാ പറയുന്നത്, ദൈവവചനം പറയുന്നത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. And that is why the scripture says that when we are filled with the Spirit, we will be able to go according to the will of the Spirit. സത്യത്തിന്റെ ആത്മാവിൽ നമ്മൾ സത്യത്തിലേക്ക് വഴി നടത്തുകയാണ്. And now we understand that we are in that spirit of truth and we will be led by the spirit of truth. അപ്പോൾ സത്യത്തിന്റെ ആത്മാവാണ് നമ്മെ സത്യത്തിലേക്ക് വഴി നടത്തുന്നതെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് കള്ളത്തരമാകത്തില്ല. And so if this is the spirit of truth that speaks to us, it is not going to be a false thing. അത് സത്യമാണ്, അത്
ഉവ് ഉവ് എന്ന് തന്നെയാണ്. And so it is the truth, and it is going to be yes and yes again. അതിനോട് എതിർത്ത് നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. And we cannot resist it. നമുക്ക് വിചാരിക്കും കുറെ നാളുകളൊക്കെ ഒന്ന് ഇങ്ങനെ ആമേൻ പിടിച്ചു നിൽക്കാമെന്ന്. നടക്കത്തില്ല. ആമേൻ വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മാവ് എന്താഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് സ്വർഗത്തിലെ ദൈവം നമ്മെ നയിപ്പാനിടയായി തീരും. But we might think that we might be able to resist the Spirit of the Lord, but the scripture teaches us that we cannot do that. കാരണം എന്തെന്ന് പറഞ്ഞാൽ ശൗലിനോട് ചോദിച്ചേ, ശൗല് പറയും, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച ഒരുവൻ എന്നെ വിളിച്ചു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് വിളിച്ച ആ നിമിഷം കർത്താവേ എന്ന് പറഞ്ഞിറങ്ങിയ ശൗലിനെ ആമേൻ പിന്നീട് ആമേൻ പൗലോസാക്കി സ്വർഗത്തിലെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ ഇടയായെങ്കിൽ അന്ന് വിളിച്ച വിളിക്ക് അവൻ പേര് വിളിച്ചപ്പോൾ തന്നെ കർത്താവേ എന്ന് വിളിച്ചേൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവൻ ആരും ചെയ്യാത്ത ശക്തമേറിയ മിനിസ്ട്രിക്കായി, ശക്തമേറിയ ആലോചനക്കാരനായി, ശക്തമേറിയ ലേഖകനായി സ്വർഗ്ഗവനെ ഉപയോഗിപ്പാനായിട്ടിടയായി തീർന്നു. And if you ask the reason to Saul, he will say that he had an encounter in Damascus, and he was able to hear the voice of the Lord, and he had to commit himself to the Lord, and the Lord used him for the great work of the Lord. പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സമർപ്പിച്ചു കൊടുത്താൽ അത് നിന്റെ ജീവിതത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ ആരംഭമായി മാറുകയാണ്. We do not know what the Holy Spirit wants us to do, but if we are able to surrender to the Holy Spirit, we will know that this is going to be a great change in our life. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഇന്ന് രാത്രി സമയം നമ്മോട് ഇടപെടുന്നെങ്കിൽ, സംസാരിക്കുന്നെങ്കിൽ, സമർപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറയുന്നെങ്കിൽ അതിനോട് യെസ് എന്ന് പറയുന്ന മനോഭാവമായിരിക്കട്ടെ ദൈവപൈതലേ ഈ ആലയം വിട്ടുപോകുന്നതിന്. And if the Holy Spirit is prompting you to do anything today, the Holy Spirit is reminding you that you have to surrender to the will of it, and it is going to be a blessing in your life. രണ്ടാമത് അവിടെ കാണാവുന്ന ഒരു പ്രത്യേകതയുണ്ട്. There is one more peculiarity that we see here. പേര് അതിനകത്തുണ്ട്. There are so many people out here. പല സ്ഥലത്തു നിന്ന് വന്നവരുണ്ട്. They are from different nations. യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്. There are Jews and there are Gentiles. പക്ഷേ ഇവരുടെ എല്ലാം നടുവിൽ സ്വർഗ്ഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ദൈവദാസന്മാർക്ക് ആലോചന കൊടുത്ത് രണ്ടുപേരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു. But amidst all of them, we see that the Holy Spirit prompts them to call two people for the ministry of God. ദൈവത്തിന് ചിലരെ വേണം. The Lord needs certain people. എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനല്ല, ഒരു സെപ്പറേഷന് വേണ്ടി, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ചിലരെ ദൈവത്തിന് വേണം. The Lord wants certain people to do certain ministries, and that is going to be very particular. നിങ്ങൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാളല്ല, രണ്ടല്ല, ഒത്തിരി പ്രവാചകന്മാരും ഒത്തിരി ഉപദേഷ്ടാക്കന്മാരും അവിടെ ഉണ്ടായിട്ടും അതിന്റെ നടുവിൽ നിന്ന് പൗലോസിനെയും ശൗലിനെയും ആമേൻ ബർന്നബാസിനെയും സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. And we see here that even though there were certain prophets and teachers, there were two people who were anointed by the Lord, and that was Saul and Barnabas. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, To the children of God who are present here today, യെസ് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനായി പോകും. if you are able to say a yes, you will see the glory of the Lord in your life today. കാലം എത്ര നാളായി സ്വർഗ്ഗത്തിലെ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ, സംസാരിച്ചു കൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവ് ഇടപെടുക, ചെല്ലുന്നിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ പലപ്പോഴും നമ്മൾ ആമേൻ പലതും മറന്നുപോയി, പലതും വേണ്ട എന്ന് വിചാരിച്ച് ആമേൻ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാ. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ സമയത്തിനായി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ദൈവം ഒരു അത്ഭുത പ്രവൃത്തി നിന്നിലൂടെ ചെയ്തെടുപ്പാനിടയായി. How long the Lord has been prompting you for certain things, and you say that you can do it another time, and you are moving it forward, but the Holy Spirit is reminding you that if you can surrender yourself to the will of the Holy Spirit today, it is going to be great in your life. കഴിഞ്ഞാഴ്ച ഓർപ്പിച്ചതുപോലെ ചിലതിനോട് യെസ് എന്ന് പറയുമ്പോൾ, And as I reminded you last week, if you are able to say a yes to certain things, ചിലതിനോട് നോ എന്ന് പറയാനും തയ്യാറാകണം. you have to say no to other things. നമുക്കുള്ള പ്രശ്നം അതാണ്, ചിലതിനോട് യെസ് പറയാൻ റെഡിയാ, പക്ഷെ ചിലതിനോട് നോ പറയാൻ പറ്റത്തില്ല. Our problem is that we are able to say yes to certain things, but we do not know how to say no to certain other things. Praise the Lord. Amen.
ചിലതിനോട് യെസ് പറയണമെങ്കിൽ അതിനു മുമ്പ് ചിലതിനോട് നോ പറയണം. If you have to say yes to certain things, initially you have to say no to other things. നിന്റെ ദൈവത്തിന്റെ വിളിയോട് തടസ്സമായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലതിനെ നോക്കി നീ ധൈര്യത്തോടെ നോ എന്ന് പറയാൻ ആമേൻ ഇന്ന് പകൽ ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് ആലോചന തരികയാ. And if there is anything that is hindering you from getting into the ministry, the Holy Spirit is reminding you to say no to those things. Praise the Lord. Amen. Oh, hallelujah. Hallelujah. നിങ്ങൾ ചില കാലങ്ങൾ കഴിയുമ്പോൾ നോക്കിക്കേ, ഈ പൗലോസിനെ, ഈ ശൗലിനെയും ഈ ബർന്നബാസിനെയും ദൈവം വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള രണ്ട് ഉപദേഷ്ടക്കന്മാരായി, ടീച്ചേഴ്സായി സ്വർഗത്തിൽ ദൈവം ഉയർത്തിക്കൊണ്ടുവരുവാൻ. We see that after a certain period of time, Saul and Barnabas, they are going to be made as prominent teachers by the Lord. സഭയ്ക്ക് ഏറ്റവും ഉപകാരികളായി മാറി. And they become useful instruments for the church of God. എന്ത് നല്ല ശുശ്രൂഷ അത് അവരിലൂടെ ചെയ്തെടുത്ത്. How much of a good ministry the Lord has made them to do. ഒരിക്കൽ കർത്താവ് വിളിച്ചു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും. Once the Lord asked, who shall go for me, who shall I send? ശിയ വിളിച്ചു പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ. And Isaiah was able to say, I am here, send me, O Lord. നോ പറയരുത്. You should not say no. കർത്താവിനെ കാണാൻ, കർത്താവിനെ അറിയാൻ, കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നോ പറയരുത്. പക്ഷേ യെസ് പറഞ്ഞിട്ട് തടസ്സം നിൽക്കുന്നതിനോട് നോ പറയാൻ തയ്യാറാകണം. If the Lord has called you, if the Lord has taken you to this serving grace, and if you are able to know that the Lord has a calling for you, don't say a no to it, rather say yes to that calling of God. ശുശ്രൂഷകന്മാരോട് പറഞ്ഞു, ബർന്നബാസിനെയും പൗലോസിനെയും വേർതിരിപ്പി. And he told to the ministers that you have to separate Saul and Barnabas. കർത്താവിന്റെ വേലയ്ക്കായി, തന്റെ വേലയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവിന് ഒരു നിർബന്ധം കൂടിയുണ്ട്. ആ വ്യക്തികളെ തന്നെ വേണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. And the Lord is very certain that he needs certain people for the ministry of God. ആമേൻ. എല്ലാവരിൽ നിന്നും എല്ലാവരെയും കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ചിലരെ കർത്താവിന് വേണം. ഇന്ന് പകൽ ദൈവാത്മാവ് ഈ സഭയ്ക്കകത്തൊരു ദൂത് വിളിച്ചു പറയുന്നു, ചിലരെ കർത്താവ് ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാനായി പോകും. And the Holy Spirit is talking to the church today that the Lord will segregate certain people for the ministry of the Lord. ഇനി ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം, ഒരു വാർണിംഗും കൂടെ പറയാം. But there is also a warning in this message. നമുക്ക് വേണ്ടിയപ്പോഴല്ല പോകണ്ടേ. We should not go at our time. അതിന് വേറെ ഒത്തിരി പണിയുണ്ട്. We have other works that we have to do. നമുക്ക് ഇഷ്ടമുള്ളപ്പോ പോകാൻ വേറെ പണിയുണ്ട്, അതിന് പൊക്കോ. So at the time that we please, there are other work that God wants us to do, so we have to do that at that time. ശരിയായില്ലേ? നമുക്കിഷ്ടമുള്ള പണി ചെയ്യാൻ നമുക്കിഷ്ടമുള്ളപ്പോൾ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവത്തിന് ഇഷ്ടമുള്ള പണി ചെയ്യാൻ ദൈവത്തിന്റെ സമയത്തിന് പോകണം. We can do what we have to do at the time that we want to do, but we have to do the Lord's work at his assigned time. Praise the Lord. രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ്. മറ്റാരെയും പറഞ്ഞു വിടാൻ ഒക്കത്തില്ല. രണ്ട്, നമ്മുടെ സമയത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാനോ കാത്തിരിക്കാനോ പറ്റത്തില്ല. And so two things are important. We cannot send another person instead of us, and next is that we cannot wait for our convenient time. കർത്താവേ, എനിക്ക് പകരം നീ വേറൊരുത്തനെ നിന്റെ വേലയ്ക്കായി തെരഞ്ഞെടുത്താട്ട്, ആ ബ്രദർ, ആ സിസ്റ്റർ എന്നേക്കാൾ നല്ലതല്ലേ, എന്നേക്കാൾ ശ്രേഷ്ഠരല്ലേ, കഴിവുള്ളവരല്ലേ, വിദ്യാഭ്യാസമുള്ളവരല്ലേ, വചനം അറിയാവുന്നവരല്ലേ, അവരെ വിട്. And you cannot say to God that, God, can't you send another person who is more talented and has more experience in this, and they can do that ministry better than me. കർത്താവേ, ഞാനൊരു വീടൊക്കെ വെച്ച് മേടിച്ചിട്ട് ഞാൻ പൊക്കോളാം. You cannot say that I will build a house and then I will come for your ministry. കർത്താവേ, ഒരു ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പൊക്കോളാം. You cannot say that once I have a stable bank balance, then I will start serving ചില you. കടബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർത്തിട്ട് ഞാൻ പൊക്കോളാം. And you cannot say that after I am able to get over my debts, will I start my ministry. കൊച്ചുങ്ങളുടെ കല്യാണമൊക്കെ നടത്തിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ശാന്തമായി കഴിയുമ്പോൾ ഞാൻ അങ്ങയുടെ വേല ചെയ്തോളാം. You cannot say that after my children get married, I can then do my ministry. ഒന്നും കൂടെ പറയുന്നു, കർത്താവിന് വേണ്ടിയപ്പോൾ കർത്താവിൻ്റെ വിളി കിട്ടിയ ദൈവപൈതൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. Let me remind you once again that if you have a calling for the Lord, assign the time that the Lord has assigned, you have to go for the ministry.
സോ അവിടെ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ തന്നെ, ദെൻ, ഇപ്പോൾ തന്നെ കർത്താവിന് വേണം. And so here, that is why we see, they say that now they separated both of them for the ministry of God. ചരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മയങ്ങിയും ആരും കാണാത്ത പോലെയും ഒക്കെ ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന എത്രയോ വേലക്കാരുണ്ടെന്നറിയാമോ? We know many people of God who are able to serve God in different ways, and no one knows about what they're doing. അപ്രീഷിയേറ്റ് പ്രിയ സഹോദരന്മാരും പ്രിയപ്പെട്ടവരും ചെയ്യുന്ന വേലയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I appreciate this, the ministry that certain brothers and sisters are able to do in our church. പക്ഷേ ഇന്ന് പകൽ ഒരു കാര്യം പറയട്ടെ, നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. But today let me remind you that we have that compulsion in us. അത് സ്വർഗ്ഗത്തിലെ ദൈവം തന്ന നിർബന്ധമാണ്. And that compulsion is from the Lord above. Praise the Lord. Amen. അവരവരെ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. And they laid hands on them and they prayed for them and they sent them away. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സെൻഡ് ഓഫ് ആയിരുന്നു അല്ലേ? That was a very blessed send off. അയ്യോ നിങ്ങൾ പോകല്ലേ, അയ്യോ നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടല്ല അവർ അവിടെ ഇരുന്നേ. They did not cry over them going to the next place. അവരെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ദൈവദാസന്മാർ അയക്കുകയാ. And here we see that they pray, they laid hands on them and they sent them with gladness. പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നു. And they prayed and they fasted and they laid hands on them and sent them. അവരെ അയച്ചു. They were sent away. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് സെൻഡ് എന്ന് പറഞ്ഞ ഈ വാക്ക്. And I like this word sent. അന്ത്യോക്യ സഭ അവരെ പറഞ്ഞ് അയച്ചു. The church of Antioch was able to send them. വെന്റ് എന്ന് പറയുന്നതും സെൻഡ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference between went and sent. എന്താണ് സെൻഡിന്റെ പ്രത്യേകത? What is the importance of sent? നല്ല മണം. അതാ ആ സെൻഡിന്റെ കാര്യമല്ല കേട്ടോ. It's not about the fragrance. സെന്റിനും വെന്റും എന്ന് പറയുന്നതിന് വലിയ വ്യത്യാസമുണ്ട്. There is a great difference between sent and went. ചിലർ ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പിന്നിൽ സപ്പോർട്ടുണ്ട്, നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ ആളുണ്ട്, നമ്മുടെ അടുക്കൽ നമ്മെ അന്വേഷിക്കാൻ ചിലരുണ്ട്, നമ്മൾ ചിലതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോവുകയാ, ചോദിക്കാൻ ആളുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ചില വിശ്വസ്തതയുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, വിശ്വസ്തരാണ്, എല്ലാം നല്ലതാ. പക്ഷേ സെൻഡ് ആൻഡ് വെന്റ് എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. We might know our calling, we might know that we are meant to pray, there might be people to pray for us, we can representate ourselves in different ministries, but there is a difference between sent and there is a difference between went. ആക്സിന്റെ ആരംഭത്തിൽ നമ്മൾ പഠിച്ചു അവരെല്ലാം വിവിധ ദേശങ്ങളിലേക്ക് പോയി എന്ന്. And in the beginning of Acts we studied that they went to different nations. അവിടെ കൊടുത്ത വേർഡ് സെൻഡ് എന്നല്ല, വെന്റ് എന്നാ കൊടുത്തിരിക്കുന്നത്. And there we see that they went. Why did they go? അതൊരു ആക്സിഡന്റൽ ആയിട്ട് നടന്ന ഒരു മിഷൻ പ്രവർത്തനമായിരുന്നു. That was an accidental mission. അതിനൊന്നും പറഞ്ഞയക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. There were no one to send them away at that time. ഇവർ കിട്ടിയ സൗകര്യത്തിനകത്ത്, സുഖത്തിനകത്ത്, സാമ്പത്തിക ഭദ്രതയ്ക്കകത്ത്, ശാരീരിക ഭദ്രതയ്ക്കകത്ത് അവർ ഒതുങ്ങിക്കൂടി വിളിച്ചു വേർതിരിക്കപ്പെട്ട വിളിയുള്ള ദൈവമക്കൾ ഇരിക്കുന്ന കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ സഭയ്ക്ക് വലിയൊരു പീഡ വരുത്താൻ പോവുകയാണ്. And when the Lord saw the people who were able to be under the comforts that the Lord had given them, the Lord said that I'm going to give a great torment to the people. അന്നേരം ആ പെർസിക്യൂഷന്റെ നടുവിൽ അവർ ഓടിയതിന് പറഞ്ഞ പേരാ വെന്റെന്ന്. And during that persecution they ran away, and that is when we see that they went away. Praise the Lord. Amen. Praise the Lord. Amen. ദൈവത്തിന്റെ പർപ്പസ് മുമ്പിൽ കണ്ടിട്ടും ആലോചന കണ്ടിട്ടും ദൂത് കേട്ടിട്ടും നിങ്ങൾ സകല ലോകത്തിലും പോയി എൻ്റെ സാക്ഷികളാകണം, എന്നെ കുറിച്ച് പ്രസ്താവിക്കണമെന്ന ദൂത് കേട്ടിട്ടും അവർ യെരുശലേമിലെ കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ ഇടയിലേക്ക് പീഡ വരുത്തി ആ സഭയെ ചിതറിച്ചു കളഞ്ഞു. And we see that because they were trying to confine themselves to the comforts that the Lord has given them in Jerusalem, the Lord had to give them a persecution
in their life so that they will move away to the next place. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ജീവനും കൊണ്ട് ഓടിയതാ. In our language, we could say that they ran out of fear. അവരുടെ ഉദ്ദേശം അന്ന് എല്ലാ ദേശത്തും പോയി സുവിശേഷം പറയുക എന്നുള്ള അല്ലായിരുന്നു. And their intention was not to gospelize at that point. അതിനായിരുന്നു അവർ ഓടിയേ. Did they run for that? അവർ ജീവനും കൊണ്ട് ഓടിയതാ. They ran for their life. അവർ ജീവനും കൊണ്ട് ഓടിയതാ. They ran for their life. അവരെ എന്തിനാ വെന്റ് എന്ന് പറഞ്ഞത്? അവർ ആ ദേശത്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഓടിയതാ. They went because they ran because of the torment that they had to face in that land. അല്ലാതെ നമുക്ക് ഒരുമിച്ച് പോയി സുവിശേഷം പറയാമെന്ന് പറഞ്ഞു പോയതല്ല. It was not that brother and sister they wanted to go and do gospelization at that time. പക്ഷേ ആ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നതിന്റെ നടുവിലും അവർ പോയ സ്ഥലത്ത് അവരോട് കൂടെ ഒന്നുണ്ടായിരുന്നു, ദൈവത്തിന്റെ വചനം. And even when they were running for their life, there was one thing that they had, that was the word of the Lord. അതുകൊണ്ട് വചനം എഴുതിയിരിക്കുന്നവർ ചിതറിപ്പോയിടത്തെല്ലാം അവർ ദൈവത്തെ കുറിച്ച് പ്രസ്താവിപ്പാൻ സുവിശേഷം അറിയിപ്പാൻ ഇടയായി. And that is why the word of the Lord says that wherever they scattered, they were able to spread the word of God there. ആ വെന്റിന് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. സെൻഡ് ചെയ്യാൻ ദൈവം നിയമിച്ച സമയത്ത് നീ സെൻഡ് ആകാൻ തയ്യാറായാൽ നീ വെന്റ് എന്ന് പറയുന്ന അനുഭവത്തിൽ പോകാൻ ഇടവരത്തില്ല. ഇല്ലെങ്കിൽ വെന്റ് എന്ന് പറയുന്നതിന് നീ വില കൊടുത്തു പോകേണ്ടതായിട്ട് വരും. And if you are able to go where the Lord sends you, you will not have to get into such a situation that you have to run away and be in a situation of being forced and being went. സെൻഡ് ചെയ്യാൻ സമയമായിട്ടും അതിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ വെന്റ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് കഴിയും. And if it is the Lord's will that he has to send you, and if you are resisting it, the Lord can take you to the next level of went. നാം ഈ കണ്ട ഭാഗത്താണ് ഏറ്റവും ആദ്യത്തെ ദൈവത്തിൻ്റെ മിഷണറി ദൗത്യം സെൻഡ് എന്ന വാക്ക് അറിയപ്പെടുവാനായിട്ടിടയായി. And we see that it is this verse that we initially see that the Lord sends a person or two people for the ministry of God. സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന മിഷണറി ദൗത്യം. And here we see that in the history of church, this is the first mission thing that happens. മിഷണറി എന്ന വാക്കിൻ്റെ ലാറ്റിൻ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നുള്ളതാണ്. The Latin meaning of the word missionary is the one who is sent. ദൈവത്തിൻ്റെ ചിലരെ കർത്താവിൻ്റെ വേലയ്ക്കായി വേണം. The Lord wants certain people for the ministry of God. ദൈവമക്കളെ, നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് സെൻഡ് വേണോ വെന്റ് വേണോ? Children of God, we can decide whether we need sent or went in our life. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. Let us surrender ourselves to the Lord. ഇത് രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. We have both the options in front of us. ഇതിൽ ഈസി വേ, ദ ബെസ്റ്റ് വേ, ഏറ്റവും നല്ലത് സെൻഡ് തിരഞ്ഞെടുക്കുകയായിരിക്കും. The best and easy way is to opt for sent. പ്രൈസ് ദി ലോർഡ്. Amen. ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണാൻ. Let us surrender our life to the Lord so that we will be able to see the work of Lord in our life. എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. There is no time for us to repeat this over and over again. പക്ഷേ ദൈവാത്മാവ് പറയുമ്പോൾ നിങ്ങൾ സമർപ്പിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സഭ ഇറങ്ങണം. But when the Holy Spirit prompts us to do that, we have to surrender ourselves to the ministry of God, and the church of the Lord should surrender. എനിക്ക് അഭിമാനമുണ്ട്, ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ വേലയിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി വേല ചെയ്യുന്നു. I take pride in the fact that everyone in this church are able to do the ministry of God in their own ways. പക്ഷേ പോരാ, ശക്തമായി ഈ ദിവസങ്ങൾ മുന്നേറിയേ പറ്റത്തുള്ളൂ. But that is not enough. You have to come forward again. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി We have to see the work of the Lord. സോ ഈ അന്ത്യോക്യ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചായിരുന്നു. Now we know that the church of Antioch was a very blessed church. അതിൻ്റെ കാരണം അതിനകത്ത് ദൈവത്തെ അറിയാവുന്ന, ദൈവവേലയെക്കുറിച്ച് അറിയാവുന്ന ഭക്തന്മാരുണ്ടായിരുന്നു. And the reason for that is that there were people of God and there were prophets and teachers who knew about God. പോളും ബർന്നബാസിനെ പോലെ കർത്താവിനാൽ അയക്കപ്പെടേണ്ടവർ അതിനകത്തുണ്ടായിരുന്നു. There were several Pauls and Barnabases who were there who had to be sent by God. ദേശത്തിന്റെ കൾച്ചർ അറിയാവുന്ന ആളുകളായിരുന്നു പോൾ ആൻഡ് ബർന്നബാസ്. We understand that Saul and Barnabas were people who knew the culture of the land. ആ ദേശത്തെ ഭാഷകളെ കുറിച്ച് അറിയാവുന്നവരായിരുന്നു
പോളും ബർന്നബാസും. Paul and Barnabas, they knew the languages of that land. എന്താ കർത്താവ് അയക്കാൻ പോകുന്നവരുടെ പ്രത്യേകത? What is the peculiarity of the people who are going to be sent കൾച്ചർ by God? അറിയണം, അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് ദേശത്തെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. You need to know the culture and you need to know about the land. നമ്മുടെ കേരളത്തിലെ സ്റ്റൈലിൽ, കേരളത്തിലെ ഇന്ത്യയിലെ സ്റ്റൈലിൽ നമുക്കിവിടെ കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. We cannot do the Lord's ministry in the way how we did it in Kerala. നമ്മുടെ കാനഡയിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇന്ത്യയിൽ പോയി കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. We can't do the ministry that we do in Canada back in India. ഈ കൾച്ചറുകൾ നമ്മൾ മനസ്സിലാക്കി വേണം കർത്താവിന്റെ വേല ചെയ്യാൻ. We have to understand these cultural differences and then do ഭാഷ the ministry of മനസ്സിലാക്കി God. വേണം കർത്താവിന്റെ വേല ചെയ്യാൻ. We have to understand the language and then do the ministry of വേദ God. പരിജ്ഞാനം ഉണ്ടായിരിക്കണം. We should have a very deep understanding of the scripture. നമുക്കറിയാം അവിടുത്തെ പശ്ചാത്തലത്തോടുള്ള ഗ്രീക്കുകാർ വളരെ വിദ്യാസമ്പന്നരും അറിവുള്ളവരുമായിരുന്നു. And we know that the Greek people out there, they were very educated and they were people with good knowledge. അതുകൊണ്ട് നന്നായി വാക്ചാതുര്യവും പറയുവാനുള്ള കൃപ ഉള്ളവരായിരിക്കണമായിരുന്നു അവരുടെ ഇടയിൽ വേല ചെയ്യുവാൻ. So only people who are good, are very eloquent could go and do ministry among them. വളരെ കൈൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. And next is that they should be kind people. മനസ്സലിവ് വേണം. And they should have a heart of sympathizing. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനോഭാവം വേണം. And they should have an attitude to bring everyone together. അപ്പൊ ചിലര് ഇവിടെ നിന്ന് ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും ഇതൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് കർത്താവ് എന്നെ വേലയ്ക്ക് കണ്ടിട്ടില്ലെന്നല്ലേ. So maybe we can say that we don't have this quality, so I will not do the ministry of God. അയ്യോ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഈ പാസ്റ്റർ എനിക്ക് ദൈവപരിജ്ഞാനമൊന്നും വലിയ വചനത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നുമില്ല. I can say that, Pastor, I do not have much information, much knowledge about the scripture. So ഈ വരുന്ന മെയ് മാസം ആകുമ്പോൾ ഞാൻ 11 വർഷമായി ഈ സഭയിലായിട്ട്. this May I will complete 11 years in this നിങ്ങൾ church. എത്ര വർഷമായി ഇതിനകത്ത് വന്നിട്ടെന്ന് എനിക്കറിയത്തില്ല. I do not know how many years have it been that you are in പക്ഷെ this ഒരു church. കാര്യം ഞാൻ വിളിച്ചു പറയാം. But let me remind you one thing. എല്ലാ ദിവസവും വചനം കേൾക്കുന്നവരാ നമ്മൾ. We all hear the word of God every day. നമുക്കറിയാം കർത്താവിനെ എങ്ങനെ സാക്ഷീകരിക്കണം. We know how to testify the Lord. സാക്ഷീകരിപ്പാൻ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യം We do വേണ്ട. not need a training to testify the Lord. ഈ പോയവരും വന്നവരും ഒക്കെ ഈ ട്രെയിനിങ് കിട്ടിട്ടാ പോയെ? Do you think that all of them received this training before they ദൈവം left? നമ്മെ അയച്ചപ്പോൾ ദൈവം ഒരു പ്രത്യേക കൃപ നമ്മുടെ മേൽ പകർന്നു തരികയാ. And when the Lord sends us, He gives us a certain grace. ഓ ഹല്ലേലൂയ. Amen. ഒരു തികഞ്ഞ ആളെ ദൈവത്തിന് ആക്കി മാറ്റാൻ കഴിയും. The Lord can make a person perfect. Praise the Lord. Amen. ബർന്നബാസിന് ഈ വല്ല കഴിവുണ്ടായിരുന്നു. Did Barnabas have any kind of പക്ഷെ talent? ബർന്നബാസിന് ദൈവം പേരിട്ടപ്പോൾ തന്നെ അവന്റെ പേരിന്റെ അർത്ഥം കൂടെ കൊടുത്തു, പ്രബോധനപുത്രൻ. And when Barnabas was given the name itself, the meaning of the name was given that he is a person who could give messages. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. അപ്പൊ ദൈവം അറിയാതൊന്നുമല്ല ആ പേര് പോലും വന്നല്ലേ. So it is not outside the knowledge of God that he received that name. എന്താ നമ്മുടെ പ്രേയറിന്റെ അർത്ഥം? What is the meaning of our name? നിങ്ങളുടെ പേരിന്റെ അർത്ഥം എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? Do you know the meaning of your name? ഇന്ന് പോയി അന്വേഷിക്കണം എന്താ. എൻ്റെ പിതാവും മാതാവും എനിക്ക് പേരിട്ടു, പക്ഷേ നിങ്ങൾ വിചാരിച്ചോണം എൻ്റെ പിതാവും മാതാവും എനിക്ക് പേരിടുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഈ പേരിനെ അറിയാമായിരുന്നു. And today you should remember that before you were named by your parents, the Lord Praise knew the Lord. your name. Amen. ആ പേരിനനുസരിച്ചെങ്കിലും നമ്മളൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരാൻ. And at least according to the meaning of the name, let us surrender ourselves to the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രബോധനപുത്രനായ ബർന്നബാസ്. And we see that Barnabas is the son of encouragement. അവനെ കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസവും സമാധാനവും. And when you look at him itself, you get encouragement and nourishment. യെരുശലേമിലെ ചർച്ച് കഴിഞ്ഞാൽ അടുത്ത ലീഡർഷിപ്പിലേക്ക് വന്ന ഏറ്റവും മാതൃകയുള്ള സഭയായി അന്ത്യോക്യയിലെ സഭ മാറുവാനായിട്ട്. And after Jerusalem church, it is the church of Antioch that had good reputation. എന്തായിരുന്നു ഈ ചർച്ചിനുള്ള പ്രത്യേകതയും കൂടെ പറഞ്ഞു നിർത്താം. Let me tell you the peculiarity of this church before I conclude. ആത്മീക വിഷനുള്ള സഭയായിരുന്നു. First is that they had a spiritual vision. നല്ല കാഴ്ചപ്പാട് അവർക്കുണ്ട്. They had a good insight. രണ്ട്, നല്ല സ്പിരിച്വൽ ലീഡർഷിപ്പ് അവർക്കുണ്ടായിരുന്നു. They had good spiritual leadership. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ എരിവുള്ള ദൈവ മക്കൾ ലീഡർഷിപ്പ് അവർക്കുണ്ടായി. And they had a group of people in the leadership who loved the Lord and who had a zeal to work for the Lord. മൂന്ന്,
ആക്റ്റീവായി കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾ അവിടെ ഉണ്ടായിരുന്നു. And there were people of God who would stand actively for the Lord. 4, ആ സ്ഥലത്തിനും കൾച്ചറിനും പട്ടണത്തിനും അനുയോജ്യമായ ഒരു എത്നിക് ലീഡർഷിപ്പും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. And there was also an ethnic leadership that knew the culture and the language of the place. Praise the Lord. Amen. കുറച്ച് യഹൂദന്മാരുണ്ട്, കുറച്ച് യവനന്മാരുണ്ട്. There were certain Jews, there were certain Gentiles, അവരുടെ പേരുകളാണ് നമ്മൾ 1-ാം വാക്യത്തിലൊക്കെ വായിച്ചത്. and we already named them. അങ്ങനെ ഒരു വലിയ സ്പിരിച്വൽ ലീഡർഷിപ്പ് ദൈവസഭയ്ക്ക് ദൈവം തന്നു. The Lord gave such a spiritual leadership to this church. ഇന്ന് രാവിലെ അഭിമാനത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാൻ ഇടയായി തീരട്ടെ. ഈ കാഴ്ചപ്പാടും ദർശനവും ആമേൻ ആക്റ്റീവും സ്പിരിച്വൽ ലീഡർഷിപ്പും എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടുള്ള വചന ധ്യാനവും ആമേൻ ആമേൻ നമ്മുടെ ആമേൻ ആമേൻ പല ഭാഷ, പല രാജ്യക്കാർ, പല പട്ടണക്കാർ, പല കുടുംബങ്ങളിൽ ജനിച്ചവരെ ഒരുമിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഉള്ള ആ വലിയ മനോഭാവം തന്ന നമ്മുടെ കർത്താവിന് നമ്മൾ ചേർച്ച് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയായി We should be able to thank the Lord that the Lord has given us the mind and the Lord has given us the ability to worship the Lord here, even though we are from different backgrounds. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, To the children of God who are present here today, നാം ആയിരിക്കുന്ന നമ്മുടെ സഭയെക്കുറിച്ച് നമുക്കൊരു അഭിമാനമുണ്ട്. we should have a pride in the church that we belong to. Praise the Lord. Amen. നമ്മളായിരിക്കുന്ന നമ്മുടെ സഭയെക്കുറിച്ച് നമുക്കൊരു അഭിമാനം ഉണ്ടാകണം. We should have a pride to the church that we belong to. എന്റെ സഭ എന്ന് പറയുന്നതിനകത്തൊരു അഭിമാനം വേണം. You should take pride when you say that it is my ഞങ്ങളുടെ സഭ church. എന്ന് പറയുന്നതിനകത്തൊരു അഭിമാനം വേണം. You should take pride when you say it is our church. കർത്താവ് അപ്രകാരമുള്ളവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരുവാൻ, And so that people will be able to come to this church, അനേകർ കർത്താവിനെ അറിയുവാൻ, so that people will be able to know the Lord. നമ്മളെ equip ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവ സ്നേഹത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം I ചെയ്യുന്നു. thank the Lord for the love of God that is there with us to equip for it. എന്തോരം പ്രോഗ്രാമുകളാണ് നമ്മൾ അതിനു വേണ്ടി ഒരുക്കുന്നത്. There are different programs that we are arranging for this. ശനിയാഴ്ച സിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ്, ലേഡീസിന്റെ മീറ്റിംഗ് ഉണ്ട്. എത്ര അനുഗ്രഹമായി തീരട്ടെ. Let us pray that this Saturday's meeting will be a blessing for everyone. ഞാനും നിങ്ങളും ആളാകാനല്ല. It is not for you and I to be someone എന്റെ great. കഴിവോ നിങ്ങളുടെ കഴിവോ പ്രകടമാക്കാനല്ല. It is not to portray our ഇത് talents. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, It is to give glory to the name of the Lord. ആ ദൈവസഭയുടെ ആത്മീക വളർച്ചയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, And it should be for the spiritual upliftment of our church. ദൈവനാമം നമ്മളിലൂടെ ഉയർത്തപ്പെടുവാൻ, And it is for the name of the Lord to be glorified അതിനായി through ദൈവം us. നമ്മെ എല്ലാവരെയും ഉപയോഗിക്കട്ടെ. May the Lord use us for it. ആമേൻ. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. Hallelujah. അതിലും അഭിമാനം. And I have more pride. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ്. We have a group of people who praise to the Lord. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ വ്യക്തി പ്രാർത്ഥന വിഷയം മറന്നുപോയാലും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവർ ആ പ്രാർത്ഥന വിഷയം മറക്കത്തില്ല. Even if the person who said that I have a prayer request and has mentioned it, even if they forget, the people who pray does not forget. ഓർത്തിരുന്ന് പ്രാർത്ഥിക്കും. You still remember and you pray for it. നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പം വിടുതൽ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. And it is our experience that we even continue praying for the person even after they receive answers. അയ്യോ for കുറെ their നാൾ prayer. അയ്യോ പാസ്റ്ററെ എനിക്കത് കിട്ടിയായിരുന്നു. എപ്പോ? അതൊരു 3-4 മാസം. അയ്യോ ഞങ്ങൾ ഇന്നലെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിഷയത്തിന്. And even after they receive the answer, still we continue to pray. പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുമ്പം ദൈവം അനുഭവം നമുക്ക് നൽകി തരുമ്പം പ്രാർത്ഥനക്കാരനോട് പറയണം, ദൈവം വിടുവിച്ചു, പ്രാർത്ഥനയ്ക്ക് നന്ദി. And once you receive the answer for a prayer, you have to tell the prayer warriors that they've received answers. പ്രാർത്ഥന ചങ്ങലയ്ക്കകത്ത് ദൈവം നമ്മെ ഉയർത്തട്ടെ. May the Lord strengthen us in that chain of prayer. സഭയായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Let us surrender ourselves as a church. വർഷിപ്പേഴ്സ് എല്ലാവരും മുമ്പോട്ട് വന്നാട്ട്, പ്രൈസ് വർഷിപ്പ് ടീം മുമ്പോട്ട് വന്നാട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. Let us worship the Lord together. കർത്താവിന്റെ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. Let us lift the name of the Lord.